ലിയാസ് ഫ്ലെയിംസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കല്ലുമ്മക്കായ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. കല്ലുമ്മക്കായ ഫ്രൈ. എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ അതൊന്ന് നന്നാക്കി എടുക്കണം. ഇത് ഷെല്ലിൽ നിന്ന് എടുത്തിട്ടുള്ള പരുവാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം വെളുത്ത നാര് പോലത്തെ ഭാഗം ഒന്ന് എടുത്ത് മാറ്റാം. കൂടെ ഒരു കറുത്ത ഭാഗം, അതിൻ്റെ വേസ്റ്റ് ആണത്. കക്കറിച്ച് നന്നാക്കുന്ന പോലെ തന്നെ അതിൻ്റെ വേസ്റ്റ് കൂടി എടുത്ത് മാറ്റണം. അതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്നത് ആ വെളുത്ത നാര് അതൊന്നെടുത്ത് മാറ്റുക. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കറുത്ത ആ ഭാഗം കൂടി നമുക്കെടുത്ത് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 250 ഗ്രാം കല്ലുമ്മക്കായ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കല്ലുമ്മക്കായ ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. ചട്ടി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു സവാള കൂടി എടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള പെട്ടെന്ന് വഴുത് കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതിയാവും. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഏത് മീറ്റ് മസാല വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. പൊടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും എടുത്തു വച്ചിരിക്കുന്ന കല്ലുമ്മക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തെപ്പാടെ ഇട്ട് കൊടുക്കരുത്. അതൊന്ന് ജസ്റ്റ് പിഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മസാലയായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ സവാള ചേർത്തപ്പോൾ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. കല്ലുമ്മക്കായ ഇട്ടതിന് ശേഷം അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുന്നേ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കല്ലുമ്മക്കായ ഫ്രൈ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.